ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ചെയ്യാൻ അറിയാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവർക്ക് മാത്രം, അതായത് ബിഗിനേഴ്സിന് മാത്രം തന്നെ ഉള്ളൊരു എപ്പിസോഡാണ്. അതായത് സ്പോഞ്ച് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു കളറ് മാറ്റിയെടുക്കാം. നമ്മൾ തുണി ഇപ്പോൾ പിങ്ക്, അതിൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കളറിലുള്ള തുണിയാണ്. ഇതിന് ഞാൻ ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം നമുക്ക്. പക്ഷേ ഒരുപാട് കളറിലേക്ക് മാച്ച് ആവില്ല, കാരണം അത് വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഏത് കളറും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ബ്ലൂ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അത് ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ വേണമെങ്കിൽ പെയിൻറ്റ് വേറെ ഏതെങ്കിലും ഡിസൈൻ ചെയ്യുക, 1 സ്ട്രോക്ക് ചെയ്യുക, 3D വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിങ്ങനെ സ്പോഞ്ചിൽ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കാം. ഒരുപാട് വെള്ളമാവരുത്, ഇതിന് പുറത്തേക്ക് പോകരുത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഉള്ളിലായിട്ട്, വട്ടത്തിൻ്റെ ഉള്ളിലായിട്ട് ചെയ്താൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഏറ്റത്തേക്ക് വരുള്ളൂ. ഞാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നീല കളറ്, നീല ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്, ഫെവിക്രിലിൻ്റെ കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് സ്ട്രോക്കിൽ ചെയ്യാം. അപ്പോൾ ഇതൊരു ഡിസൈൻ, ഈ റൗണ്ട് ഒരു ഡിസൈൻ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഷോളിലൊക്കെ ഈ ഒരു വട്ടം എന്നുള്ളതൊരു ഡിസൈൻ അതാക്കിയിട്ട് അതേമാതിരി തന്നെ കുറേ ഭാഗങ്ങളിലെ പോർഷനുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ആ പോർഷൻസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാനിതിനെ സ്പോഞ്ച് വെച്ചിട്ട് കളർ ചെയ്തിട്ടുണ്ട് ഫുള്ള്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് വൈറ്റ് കളറ് നേരിട്ട് ഇതിലേക്ക് ഒഴിക്കുക ചെയ്യണം. ഇത് ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും ഇതുകൊണ്ട് തന്നെ ഒന്ന് ഷെയ്ഡ് വയ്ക്കും. ഇതൊരു ഡിസൈൻ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതുമായി തന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മളൊരു ക്യാൻവാസ് പെയിൻറ്റിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 3 ആക്കിയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇതേമാതിരി ചെയ്താൽ മതി. കാരണം അതിന് ചുറ്റുമുള്ള ലൈറ്റും എല്ലാം ഇങ്ങനെ തന്നെ വരും. ഇത് വെച്ചിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന. ഇതേമാതിരി തന്നെ നമുക്ക് ബെഡ്ഷീറ്റിൽ എല്ലാത്തിനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ആദ്യം തന്നെ തുണി ചെറുതായി നനച്ച് ബ്ലൂ കളർ ഇട്ട് അത് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്കൊരു ക്യാൻവാസ് പെയിൻറ്റിങ്ങിൽ നിങ്ങൾക്ക് സുഖമായിട്ട് 3 ഇതേമാതിരി തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതേമാതിരി തന്നെ ഇത് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമായി വർക്ക് ചെയ്യാം. സ്റ്റോൺ വർക്കോ എംബ്രോയ്ഡറി വർക്കോ ബെഡ്ഷീറ്റിലൊക്കെ വെറുതെ ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ തന്നെ നല്ല ഭംഗിയാണ്. അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ടൈലർ സ്റ്റോക്ക് എടുക്കുക, അതെടുത്തിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചെറിയ ഫ്രെയിം എടുത്തിട്ട്, ഇത് വളരെ ചെറിയ ഫ്രെയിമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെയ്തിട്ട് ഇതേമാതിരി തന്നെ നമുക്ക് കുഷൻ കവറിലോ ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.